ഇന്ന് നടന്ന എക്സൈസ് ഓഫീസറുടെ ആൻസർ കീ. മലയാള വിഭാഗം. ആദ്യ ചോദ്യം. ഒറ്റ പദം കണ്ടെത്തി എഴുതുക. തിതീർഷ, തരണം ചെയ്യാനുള്ള ഇച്ഛ. തിതീർഷു എന്നാൽ തരണം ചെയ്യാൻ ഇച്ഛയുള്ള ആൾ. തിതീർഷ എന്ന വാക്ക് വിഗ്രഹിക്കുമ്പോൾ തരണം ചെയ്യാനുള്ള ഇച്ഛ. രണ്ടാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉത്തരം ഡി ആണ്. ഉഗ്രം, അത്യുഗ്രം. ഉഗ്രം അത്യുഗ്രമല്ല. ഉഗ്രത്തിൻ്റെ വിപരീതം എന്ന് പറയുന്നത് ശാന്തമാണ്. മൂന്നാമത്തെ ചോദ്യം. അവൻ എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം സി ആണ്. ആ പ്ലസ് അന്നാണ് അവൻ. ആഗമസന്ധിയിൽ ഉൾപ്പെടും. ആ പ്ലസ് അൻ, അവൻ. അടുത്ത ചോദ്യം. ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആദേശസന്ധിയുടെ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ആദേശസന്ധിക്ക് ഉദാഹരണം. ബിൻ അധികം തലം, ബിണ്ടലം. ഉത്തരം ബി ആണ്. ബിൻ അധികം തലം, ബിണ്ടലം. ആദേശസന്ധി ബിണ്ടലം. അടുത്ത ചോദ്യം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഉത്തരം ബി ആണ്. വൈദ്യർ. പൂജക ബഹുവചനമാണ് വൈദ്യർ. അടുത്ത ചോദ്യം. കരണിപ്രസവം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? കരണിപ്രസവം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഉത്തരം ഡി ആണ്. അപൂർവമായ സംഭവം. അപൂർവമായ സംഭവത്തെയാണ് കരണിപ്രസവം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം. ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം. ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം ആദിപ്രരൂപം എന്നാണ്. ആർക്കിടൈപ്പ് ആദിപ്രരൂപം. അടുത്ത ചോദ്യം. ചെല്ലം പെരുത്താൽ ചിതലേരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത്? ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ഇതിൻ്റെ അർത്ഥം അതിവാത്സല്യം അപകടകാരിയാണ്. ഉത്തരം എ ആണ്. അതിവാത്സല്യം അപകടകാരിയാണ്. അടുത്ത ചോദ്യം. കുതിരയുടെ പര്യായമല്ലാത്തത് ഏത്? ഉത്തരം എ ആണ്. നഗജം. നഗജം എന്നാൽ ആന എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. നായകൻ, നായകിയാണ് കൂട്ടത്തിൽ പെടാത്തത്. ഉത്തരം എ. അതിൻ്റെ ശരിയായ ആൻസർ നായികയാണ്. നായകൻ, നായിക. ഇനി നമുക്ക് ഈ ചോദ്യത്തെ കുറച്ചുകൂടി വിശദമായി പരിചയപ്പെടാം. മാർഗം തെളിയിക്കുന്ന ആൾ മാർഗദർശിയും കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസുവും അപവാദം പറയുന്ന ആൾ പരിവാദകനും തരണം ചെയ്യുന്ന ആൾ തിതീർഷയുമാണ്. രണ്ടാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ്? ഉഗ്രം, അത്യുഗ്രമാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ വിപരീതം എന്ന് പറയുന്നത് ഉഗ്രം ശാന്തമാണ്. ജംഗമം സ്ഥാവരം, മണ്ഡനം ഖണ്ഡനം, വൃഷ്ടി സമഷ്ടി, ഉഗ്രം ശാന്തം. മൂന്നാമത്തെ ചോദ്യം. അവൻ എന്ന പദം പിരിച്ചെഴുതുക. ആ പ്ലസ് അന്നാണ് അവൻ. ആഗമസന്ധിയിൽ ഉൾപ്പെടും. വായാണ് ആഗമിക്കുന്നത്. വ്. നാലാമത്തെ ചോദ്യം. ആദേശസന്ധിക്ക് ഉദാഹരണമാണ് ബിൻ അധികം തലം, ബിണ്ടലം. പച്ച പ്ലസ് കുതിര, പച്ചക്കുതിര ദ്വിത്വസന്ധിയാണ്. പന പ്ലസ് ഓല, പനയോല ആഗമസന്ധിയാണ്. കേട്ടു അധികം ഇല്ല, കേട്ടില്ല ലോപസന്ധിയാണ്. ബിൻ അധികം തലം, ബിണ്ടലം ആദേശസന്ധി. അടുത്ത ചോദ്യം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ബി. വൈദ്യരാണ് ആൻസറായിട്ട് വരുന്നത്. പൂജക ബഹുവചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദരവ് അല്ലെങ്കിൽ ബഹുവചനത്തെ സൂചിപ്പിക്കുന്നതിനായി ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയങ്ങളായ അർ, കൾ, മാർ തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുന്നതിനെയാണ്. ഇവിടെ വൈദ്യരാണ്. നദികൾ എന്നത് സലിംഗ ബഹുവചനമാണ്. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും എന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കുന്നതിനാണ് അത് ഉദ്ദേശിക്കുന്നത്. നദികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, പൂവൻകോഴി, മലകൾ, പിടിയാന ഇവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഇനി ഇതിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കുതിരയുടെ പര്യായപദം അല്ലാത്തത് ഏതാണെന്നുള്ളത് നഗജമാണ്. അത് ആനയാണ്.
കുതിര എന്ന വാക്കിന് ഹയം കുതിരയാണ്, ഘോടകം കുതിരയാണ്, പീതി വാഹം, തുരങ്കം, വാജി, സൈന്ധവം, ഇങ്ങനെ ഒരുപാട് പര്യായങ്ങൾ കുതിരയ്ക്കുണ്ട്. പിന്നെ നായകൻ നായികയാണ്, നായകിയല്ല നായിക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായി ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക.